നമസ്കാരം. ശരിക്കും സ്ത്രീ സമത്വം എന്ന് പറയുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. ബാദുഷായുടെ ഭാര്യയും കൂടി പ്രൊഡ്യൂസറിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു വലിയ കാര്യമുണ്ട്. അടുപ്പുകല്ല് പോലെ 3 മിടുക്കികളായ പെണ്ണുങ്ങളാണ് ഈ സിനിമയിൽ നിൽക്കുന്നത്. അവരിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ആനന്ദിനി പാല ഈ കാണിച്ചതൊന്നും പ്രഹസനമല്ല. അവര് ഒരു പച്ച ആയ ഒരു നിഷ്കളങ്കയായ ഒരു സ്ത്രീയാണ്. ഞാൻ അവരെ 2 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ, 2 പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളൂ. ഈ സിനിമ ഞാൻ കണ്ടതാണ്. ഞാൻ ഈ സിനിമ എൻ്റെ സ്റ്റുഡിയോയിൽ, എൻ്റെ ഓഫീസിൽ കാണാൻ വേണ്ടി എബ്രിഡ് ഷൈൻ ഇതിൻ്റെ ഹാർഡ് ഡിസ്കൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ ഓഡിയോ പർച്ചേസ് ചെയ്യാൻ ഞാൻ വരുമ്പോൾ ഒരു പെൺകുട്ടി പുറത്ത് റിസപ്ഷനിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾ വർത്താനം പറയുമ്പോൾ ഈ ക്യാമറയിലൂടെ എനിക്ക് കാണാം ഒരു പെൺകുട്ടിയോടെ പുറത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഓർത്ത് ഇതാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ചേട്ടാ ഇതിൻ്റെ ഡയറക്ടർ പുറത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അവരെ ആദ്യം വിളിക്കൂ, അവരല്ലേ ആദ്യം പറയണം. അങ്ങനെ അന്ന് ഞാൻ ഈ കുട്ടിയെ അവിടെ വെച്ച് കണ്ടതാണ്. ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് 2ാമത്തെ അടുപ്പുകല്ല് എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ സുഹൃത്ത്, എൻ്റെ സഹോദരൻ, അദ്ദേഹം എന്നോട് പറഞ്ഞു, വളരെ പുള്ളി എപ്പോഴും തമാശ നർമ്മം പറയുന്നുണ്ട്, ഇന്നത് ഏറ്റില്ല. പുള്ളി പറഞ്ഞു പോയത് ഹണി റോസ് നായികയാകുന്ന, പിന്നെ പുള്ളി ആഡ് ചെയ്തു നായകനാകുന്ന. ശരിക്കും പറഞ്ഞാൽ ഹണി റോസ് ഇതിനകത്തെ നായകനാണ്. ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത്രയും നാളും കണ്ട ഹണി റോസിൻ്റെ ഒരു സിനിമയല്ല ഈ സിനിമ. അത് എനിക്ക് കഴിഞ്ഞ ഒരു 2 പ്രാവശ്യം ഞാൻ ഈ സിനിമ കണ്ടപ്പോഴും എനിക്ക് തോന്നിയത് ഇത്. അപ്പം നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ട് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അതിന് ഈ പറഞ്ഞ പോലെ വേറെ ചില കാരണങ്ങളായിരുന്നു. പക്ഷേ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സിനിമ. പിന്നെ ബാദുഷായ്ക്ക് പൈസ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന മലയാള സിനിമ എന്ന് പറയുന്നത് പ്രൊഡ്യൂസറുടെ അനുഭവയോഗമാണ്. ഇതിനു മുമ്പ് ആരോ പറഞ്ഞു, അത് പറഞ്ഞത് നമ്മുടെ സഹോദരനാണ്. 40% 10% കയ്യിലിരിപ്പും 60% ഭാഗ്യം എന്നൊക്കെ പറഞ്ഞത്. ഞാൻ പറയുന്നത് 100% ഭാഗ്യമുണ്ടെങ്കിൽ സിനിമയായിരിക്കും. പക്ഷെ ഈ സിനിമയിൽ ഞാൻ പറയുന്നത് കേരളത്തിലുള്ള എല്ലാ സ്ത്രീകളും, സ്ത്രീ സമത്വം പൊക്കിപ്പിടിക്കുന്ന എല്ലാ സ്ത്രീകളും പോയി ഈ സിനിമ 150 അടുത്ത് കാണണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. കാരണം അത്രയ്ക്ക് കഷ്ടപ്പെട്ട നിരക്കത്തൊരു സിനിമയാണ്. അപ്പം അതുകൊണ്ട് ദയവായി ഈ സിനിമ പോയി കാണുക.